എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോനെ വേണമെങ്കിൽ കൊച്ചിയിൽ തേരാപ്പാര അല്ലെങ്കിൽ ആലുവയിൽ തേരാപ്പാര അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് ആക്ച്വലി ഞാൻ ഒരു ദിവസം ഇന്ന് ഫുള്ള് ആലുവ കൊച്ചി ആ സൈഡിലുണ്ടായിരുന്നു. പുതിയൊരു ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാഡിയാക്കിൻ്റെ ഒരു ഇലക്ട്രിക് സൈക്കിളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു 15-ാം തീയതിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ആ ഇലക്ട്രിക് സൈക്കിളാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കണേക്കാട്ടും മുന്നേ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഒരു 10-20 കിലോമീറ്ററൊക്കെ ഒന്ന് സൈക്കിൾ ചവിട്ടി ഒന്ന് കറങ്ങി അതിനൊന്ന് ടോർച്ചർ ചെയ്ത് അതിൻ്റെ പരിപ്പ് ഇളക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇന്ന് ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മഴയാണ്. അപ്പോൾ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കളമശ്ശേരി HMT ജംഗ്ഷനിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. HMT ജംഗ്ഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് സൈക്കിളിൽ ക്രൂയിസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനെക്കാട്ടും മുന്നേ ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റണം. കാരണം 2 ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കറങ്ങി വരുമ്പോഴേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ദൂരം പോകുന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളിങ്ങനെ തോന്നിയോണ്ട് ഇങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ച് നിൽക്കും. ഇപ്പോൾ അതപ്പോൾ അതിൻ്റെ ബാറ്ററി ഒരെണ്ണം മാറ്റാൻ നമ്മളിവിടെ സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഫുൾ ചാർജ് ചെയ്ത് ബാറ്ററി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ കളമശ്ശേരി HMT റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി മാറ്റാൻ കേട്ടോ ഗൈസ്. ബാറ്ററിയിൽ ഓൾമോസ്റ്റ് ചാർജ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ റിവ്യൂവിന് എടുത്ത് കൊണ്ടുപോയ കാരണം ചിലപ്പോൾ അതിൽ നമുക്കിനി ഇത് എങ്ങോട്ടാണ് നമ്മൾ റൈഡ് ചെയ്യാമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഫുൾ ചാർജ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ബാറ്ററി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ചാർജാണോ? ഇത് ഫുൾ ചാർജാണ്. മാറ്റിക്കോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ നമുക്ക് ഓടിക്കാം. എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. പിന്നെ അത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായി. നിൻ്റെയോ? മുഹമ്മദ് സാബിത്ത്. നിൻ്റെയോ? ഇവനാണ് എൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞോളൂ. എന്നിട്ടാ സെറ്റ് പൊളിച്ചു. വീഡിയോയിലുണ്ടാവും കേട്ടോ. ഓക്കെ. ഇന്ന് മുടക്കാണോ? ഇന്ന് കളക്ടർ മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുക. മുഹറത്തിന്റെ മുടക്കാണ് അല്ലേ? അടിപൊളി. നീ കാണാറുണ്ടോ വീഡിയോസ്? എൻ്റെ വീഡിയോസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ പോയിട്ട് ജോയൽ ജോഷി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തോളോ. അതിൽ വീഡിയോസ് വരും. ഹായ് പറഞ്ഞു വേഗം. ഹായ്. ടാറ്റാ ഗൈസ്. റൈഡ് ചെയ്ത് കളമശ്ശേരി ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ. മെട്രോയിൽ കയറിയാലോ? മെട്രോയിൽ നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ കയറ്റിയിട്ടുണ്ട്. ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അവർ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആക്ച്വലി ഈ സൈക്കിളിൻ്റെ കോലം കണ്ടോ നിങ്ങൾ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതും വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാട്ടെ. എൻ്റെ കാലിമത്തെ കോലൊക്കെ കണ്ടോ? എനിക്കിത് കയറാനും നല്ല മടിയുണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക്. സോ നമുക്ക് ഇതൊന്ന് കയറി അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കാം. മെട്രോയിലേക്ക് കയറ്റൊന്നുമില്ലെന്ന് നോക്കി നോക്കാം. ആലുവയിലേക്ക് ടിക്കറ്റ് ഇടാം. ഇപ്പോൾ കളമശ്ശേരിയാണ് കളമശ്ശേരി ടൗണിൽ നിന്ന് നേരെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ നോക്കി നോക്കാം കേട്ടോ. ഇലക്ട്രിക് സൈക്കിൾ കയറ്റും, പക്ഷെ അറിയില്ല. നോക്കി നോക്കാം. ഞാൻ എന്തായാലും ഹെൽമെറ്റ് ഊരി ബാഗിൽ വെച്ചു. ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ പയ്യെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ചെളിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇതിൽ കൂടെ ആദ്യമായിട്ടൊക്കെ വരണം കേട്ടോ. ഇവിടെ ലിഫ്റ്റ് ഉണ്ടാവുമല്ലോ. കളമശ്ശേരി ടൗൺ. ഞാൻ ആലുവയിൽ നിന്ന് കയറിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കളമശ്ശേരിയിൽ നിന്ന് കയറണം കേട്ടോ. സോ ഇലക്ട്രിക് സൈക്കിൾ ചെളി കുറച്ചുണ്ട്, കാലുമ ചെളിയുണ്ട്. ലുക്ക് ലൈക്ക് എ ഹോംലെസ് പേഴ്സൺ ഗൈസ്. ഇത് വന്നില്ലല്ലോ. കയറിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. മേലോട്ട്. വേറെ ഒന്നുമില്ലല്ലോ. ഇതാണ് എൻ്റെ കോലം വരുന്നത് കേട്ടോ. നോക്കി നോക്കാം. എന്നെ പുറത്താക്കും ഗൈസ്. ഉറപ്പ് എന്നെ പുറത്താക്കും. കാരണം ഒരു മര്യാദയൊക്കെ വേണ്ടേ? മര്യാദക്കേടാണ് നമ്മൾ കാട്ടുന്നത്. എന്നാലും ഓക്കെ. ടിക്കറ്റ് ആ ഭാഗത്ത്, ട്രെയിനും ആ ഭാഗത്ത് കേട്ടോ. ഇതേ ഗൈസ്. അതെ, നല്ല മഴയുണ്ട് കേട്ടോ. 1 മണിക്കൂറായിട്ട് ഇപ്പം മഴയില്ല. ഇത്ര നേരം നല്ല മഴയുണ്ടായിരുന്നു.
7 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിനില്ലേ? മെട്രോ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. സോറി. അതിൽ വന്നിട്ട് ഇത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് വന്നാൽ മതി. സൈക്കിളോടെ വെച്ചിട്ട് അത് ഇവിടെ വന്നാൽ മതി. ഓക്കെ, ബാഗ് സ്കാൻ ചെയ്യണമായിരുന്നു കേട്ടോ. ബാഗ് സ്കാൻ ചെയ്യാൻ ചുറ്റിക്കളിയാണ്. പ്ലാറ്റ്ഫോം ഏതാ? അതിൽ കൂടെ കയറണത്? ആലുവയിലേക്ക് അതിൽ കൂടെ കയറിയാൽ മതി അല്ലേ? ഓക്കെ, ബാഗ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലാറ്റ്ഫോം 1ലേക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ ഗൈസ്. നോർമൽ സൈക്കിളാണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറിയാണ് കേട്ടോ. ഇത് നോർമൽ സൈക്കിളല്ല, വെയിറ്റ് ഉണ്ടല്ലോ. യെസ് ഗൈസ്, സക്സസ്ഫുള്ളി കയറ്റിട്ടാ. ടിക്കറ്റും കിട്ടി, സൈക്കിളും കയറ്റി. ഇതേ ഗൈസ്, സൈക്കിളും കയറ്റിയിട്ടുണ്ട്, ഇലക്ട്രിക് സൈക്കിള്. ഇനി ആലുവയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് കറങ്ങാട്ടോ നമുക്ക്. ഗൈസ്, ഞാൻ പറഞ്ഞ് വായയിൽ നാക്ക് എടുക്കുള്ളൂ കേട്ടോ. ഒടുക്കത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഴയായിട്ടോ. എല്ലാം മോനെ മഴയത്ത് വരണത് നോക്കിയാൽ മെട്രോ ട്രെയിൻ ഇവിടേക്ക് തന്നെയല്ല ഗൈസ്. കളമശ്ശേരി ടൗൺ അങ്ങോട്ടേക്ക് ഇതായിരിക്കും കേട്ടോ. മെട്രോ വരണ മഴയത്ത് വരണത് നോക്കിയേ, അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ. ഗൈസ്, മെട്രോയിൽ കയറിയിട്ട് ഞാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സൈക്കിള്. എല്ലാവരും നമ്മളെ തന്നെ നോക്കണം ഗൈസ്. ചെടി കൊണ്ട് ആരണ്ട കയറിയെന്ന് തോന്നിയിട്ടാ. സൈക്കിൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, 2 സൈഡിലും കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആലുവയിൽ ഇറങ്ങണം. നോക്കട്ടെ ഗൈസ്. ഏതാ? നന്ദു. എവിടെയാണ്? ഇവിടെ തന്നെ. ഞാൻ പുതിയ ബൈക്കിൻ്റെ ലോഞ്ചിന് വേണ്ടി വന്നതാ. അപ്പം ഇതും കൊണ്ടൊന്ന് കുറച്ച് കറങ്ങാമെന്ന് വിചാരിച്ചു. ബൈ, വ്ളോഗിലുണ്ടാവും. ഹായ് പറഞ്ഞു ഗൈസ്. ഇത്രയും നാണം കേട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര വൃത്തികേടായിട്ടാ ഞാൻ മെട്രോയിൽ കയറിയത്. ആരും ഇങ്ങനെ ചെയ്യായിരിക്കും. നോക്കിയേ സൈക്കിളിൻ്റെ കോലം കണ്ടോ? അയ്യോ, എനിക്കിത് ഭയങ്കര വൃത്തികേടായിട്ടാണ്. ഒരു ട്രൗസറൊക്കെ നോക്കി, ട്രൗസറുമ്പോൾ പുള്ളി സീൻ ഗൈസ്. ഇത്ര വൃത്തികേടായിട്ട് ഞാൻ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല വ്യൂ. ഇതിൻ്റെ മേലെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ഇതിൽ കാണാമായിരുന്നു. ഫോണിലേക്ക് മെസ്സേജ് വന്നു, അടുത്ത 3 മണിക്കൂർ നല്ല ഇടിമിന്നലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് തൃശ്ശൂർ ജില്ല, എറണാകുളം, കോഴിക്കോട്, പിന്നെ ഏതാ ജില്ല പറഞ്ഞ് ആ ഒരു അലേർട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നുണ്ടോ? ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതെ ഗൈസ്, NDMAEW എന്ന് പറഞ്ഞിട്ട് അടുത്ത 3 മണിക്കൂർ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാവുന്നതുമായ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് കൃത്യമാവാറുണ്ട് കേട്ടോ. നമ്മുടെ ഇതുപോലെയല്ല, ഇത് കൃത്യമായിട്ട് വരാറുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാറുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത 3 മണിക്കൂറിനുള്ളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് 4 മണിക്കുള്ളിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നു മഴ. വീണ്ടും പറയണു, മെട്രോയിലേക്ക് കയറുമ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ വന്നോളൂ കേട്ടോ. ഇത്ര ചെളി ഇതുകളൊന്നും കയറിയിരിക്കും. ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേസ് ഞാൻ കയറ്റില്ലെന്ന് പരീക്ഷിച്ചതാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആർക്കും കുഴപ്പമൊന്നുമില്ല, ആരും പിടിച്ച് പുറത്താക്കൊന്നുമില്ല. പക്ഷേ കുറച്ച് വൃത്തിയിൽ മെട്രോയുടെ ഫ്രണ്ടിൽ കൂടെ കയറ്റേണ്ടത്. അപ്പോൾ എല്ലാവരുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു വിഷമം, എല്ലാവരും കൂടി നമ്മളെങ്ങനെ നോക്കുമ്പോൾ ഒരു ഇത് കേസ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പയ്യെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാടിക്കണമെന്നുണ്ട്, വേണ്ട. ഒന്നാമത് ഇത്ര വൃത്തികേടായിട്ടൊക്കെ കയറി അതിൻ്റെ ഇടയിൽ കൂടെ. സോ നമുക്ക് ഇവിടുന്ന് പയ്യെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ആലുവ, മണപ്പുറം, ആലുവ പുഴ ആ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് നീങ്ങാട്ടെ. ഞാനാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡും കഴിക്കാം, ആ സൈഡിലേക്ക് വേണ്ടി റൈഡ് ചെയ്യാം കേട്ടോ. ഞാൻ മഴ കാട്ടിത്തരാം. എൻ്റെ പൊന്നെ ഒടുക്കത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരണ സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഗൈസില്ല ഗൈസ്, ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല കേട്ടോ. ഇതിൽ കൂടെ ഇറങ്ങണ്ട, അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങാം ഗൈസ്. ഈ സിഗ്നലിൽ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നേരെ 2 കിലോമീറ്റർ താഴെയുള്ളൂ. 2 കിലോമീറ്റർ ഇല്ല, അതിന് താഴെയുള്ളൂ അല്ലേ? അതല്ലേ വെള്ളത്തിൽ മുങ്ങിന്ന് പറഞ്ഞ് ആ ഭാഗത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ടോ? ആ ഭാഗത്ത് നിറയണുള്ളൂ അല്ലേ? ആവണുള്ളൂ, ആയിട്ടില്ല അല്ലേ? ഓക്കെ ശരി, താങ്ക്സ് ഗൈസ്. നമുക്ക് പയ്യെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ശിവക്ഷേത്രം ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് പോവാട്ടോ. ആലുവ
അപ്പുറത്തേക്ക് കൂടെ ക്രോസ് ചെയ്യാന്നാ വിചാരിച്ചേ. ഇതിപ്പോ പണിയായില്ലോ ചേട്ടാ. ഞാൻ അപ്പുറത്തേക്ക് കൂടെ ക്രോസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. മാർക്കറ്റിൽ കൂടെ പോവാം അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കേണ്ടി വരില്ലേ. ഞാൻ യൂ ടേൺ എടുത്തിട്ട് മാർക്കറ്റ് വഴി പോകാമെന്ന് വിചാരിച്ചേ. നമുക്ക് ആ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ആ സൈഡിലത്തെ വഴിയില്ലേ ആദ്യം അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ തെറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ തോന്നില്ല. ആ കാർ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഈശു ചേട്ടാ മൊബൈൽ നോക്കി നിൽക്കല്ലേ. അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തിട്ട് ആ കറുപ്പക്കാർ കിടക്കണതാണ്ട അങ്ങോട്ട് പോവാം ഗൈസ്. ഹായ് ചേട്ടാ ഇടിക്കല്ലേ. അയ്യോ ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാട്ടോ. ഒരു ആംബുലൻസ് പോയി. വണ്ടികളില്ല. ഓ സിഗ്നലിൽ നിൽക്കാം അല്ലേ. ഇവിടെ നിൽക്കാം ഗൈസ്. എല്ലപ്പോലെ ഞാൻ മറ്റേ അടിപ്പാതയെ കൂടെ പോയേനാട്ടോ. അതിപ്പോ സിഗ്നലായിട്ടില്ല ഗൈസ്. നടുവിലാട്ടോ, റോഡിന്റെ നടുവില. ഞാൻ ബാക്കിൽ കൂടെ പോവാന്നൊക്കെ കരുതിയേ. ആയി ഹോൺ അടിക്കണ്ട ചേട്ടാ. എൻ്റെ മോനെ അടിപ്പാത വഴി പോവാന്നാ വിചാരിച്ചേട്ടാ. അത് പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല. ഓ ഒടുക്കത്തെ ഇതാണ്ട തിരക്കവിടെ ആലുവയുടെ. നിങ്ങൾക്ക് ആ ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര തിരക്കവിടെ. ആരോഗ്യാലയം ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ആലുവ പുഴയുടെ തീരത്തും കാണണം. അതുപോലെ തന്നെ ഇവിടെ വെള്ളം കയറി ആലുവ പുഴയിൽ എന്ന് പറയുമ്പോൾ വെള്ളം കയറിയിട്ട് നോക്കണം. ആ ശിവക്ഷേത്രവും കണ്ടിട്ട് നമുക്ക് റൗണ്ട് അടിക്കണം, ഫുഡ് അടിക്കണം. നഞ്ചത്ത എന്നിട്ട് ഹോസ്പിറ്റലാണ്. എന്തൊരു ഹോസ്പിറ്റലുണ്ട്. ഈ വഴിയിൽ കുറേ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. വേസ്റ്റ് കൊണ്ടുപോകുന്ന ഡബ്ബയുടെ ബാക്കി എവിടെയാണ്. സ്ലോ ആക്കിയിട്ട് പോകട്ടോ, അല്ലെങ്കിൽ അത് മണത്ത് പോകേണ്ടി വരും ഗൈസ്. നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിയിട്ടാ. ശ്രീ മഹാദേവ ക്ഷേത്രം ആലുവ. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടെന്നുണ്ട്, വാക്ക് വേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് കേട്ടു. എനിക്ക് തോന്നണത് അത് തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആലുവ ഇതിൻ്റെ പാലത്തിൻ്റെ കൂടെ ഉള്ള ഒരു ചെറിയൊരു വാക്ക് വേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു. എനിക്ക് തോന്നണത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കേസ് ഇത് തന്നെയാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്ന സ്ഥലം. നോക്കണം കേട്ടോ. ആലുവ മണപ്പുറം, ആലുവ പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞിട്ട് ആലുവ മണപ്പുറം. ഗൈസ് എന്താണ് ഗൈസ് വലിയ ഇതിട്ടാ. ഇവിടെ ചേട്ടാ ക്ഷേത്രം കാണണമെങ്കിൽ എവിടെ? അല്ല അതുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? പാലത്തിൽ നിന്ന് കാണാൻ പറ്റുമല്ലേ? ന്യൂസ് ചാനലാ. ഒരുമിച്ച് പറഞ്ഞു. മൊത്തം വെള്ളം കയറി മൊത്തം കിടക്കുവാണ്. അമ്പലത്തിന്റെ പകുതിയോളം മുങ്ങിയിട്ടുള്ള വെള്ളം. പകുതിയോളം മുങ്ങിയിട്ടുണ്ട്. അതന്നെ മുങ്ങിയിട്ടുണ്ട്. ന്യൂസ് ചാനലല്ല ചേട്ടാ, വ്ളോഗാ. അതെ ന്യൂസ് ചാനൽ. എന്നെ കണ്ട ന്യൂസ് ചാനലിൽ വരുന്ന അതൊക്കെ തോന്നുന്നുണ്ട്. നമുക്കിത് പയ്യെ ഇങ്ങോട്ട് കയറ്റാട്ടോ. സൈക്കിള് അവിടെ വെച്ച് പോണത് നല്ലതല്ല, പ്രത്യേകിച്ച് ഇന്ന് ലോഞ്ച് ആയിട്ടുള്ളൂ കേട്ടോ ഈ വണ്ടി ലോഞ്ച് ആയിട്ടുള്ളൂ. എൻ്റെ പൊന്നെ ഇതെന്നിട്ട് ഇതെന്നിട്ട് പോകും. ഇതെന്തിനാട്ടോ ഈ വഴി? എന്തിനാ ഈ വഴി അറിയില്ലേ? മറ്റേ ഇത് അർപ്പിക്കാൻ അങ്ങനെ ഉള്ളതിനാണോ? ലെങ്ത്ത് ബ്രിഡ്ജ് 200 മീറ്റർ, നമ്പർ ഓഫ് സ്പാൻസ് 3, ഓവറോൾ വിടുത്ത് 750, പൈൽ ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ RCG, ഇത് സ്പ്രിങ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാ സൈഡിലിങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നി ഇത് വഴുക്കില്ല, നമ്മൾ വഴിക്ക് വിടില്ല. നോക്കി എൻ്റെ പൊന്നി നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. എന്ത് മണ്ടത്തരാണ് കേസ് നോക്കിയത്. കാട്ടി നോക്കണേ, ടൈൽസ് ഇട്ട് വെച്ചിരിക്കണം ഇവിടെ. ടൈൽസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വഴിക്ക് വീഴില്ലേ മഴയത്ത്, പ്രത്യേകിച്ച് നല്ല മഴ പെയ്യുന്ന സ്ഥലവും. ഞാനിത് വഴിക്കിട്ട് പയ്യെ പോകണം കേട്ടോ. ഞാൻ കാട്ടിത്തരാം എന്തോരം വഴുക്കലുണ്ടെന്ന്. ഡ്രിഫ്റ്റിംഗ് സൈക്കിളാക്കി മാറ്റി കഴിച്ച് നമ്മൾ കറങ്ങി പോകും കേട്ടോ. ഡ്രിഫ്റ്റിംഗ് സൈക്കിളാണ്. കറങ്ങണത് കാണാം.
ഫുള്ള് കറങ്ങി കറങ്ങി പോകണ്ട, സ്ലിപ്പായിക്കൊണ്ടിരിക്കുക. ഇത് ഫുള്ള് ഇവിടെ വഴുക്കലാണ് കേട്ടോ. ഇവിടെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടാ. ഈ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങോട്ട് വരണത്. ഇവിടുന്ന് ഫുള്ള് വ്യൂ കാണാം കേട്ടോ. നോക്കിയേ, ഇത് ഇവിടുന്ന് ഫുള്ള് വ്യൂ കാണാം. സെറ്റ് ഗൈസ്. എൻ്റെ പൊന്നെ, സീൻ നല്ല ഒഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടുള്ളൂ, എല്ലാ ഡാമിൻ്റെയും ഷട്ടറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചാലക്കുടി പുഴയും അതുപോലെ തന്നെ ആലുവ ഈ പുഴയുടെയും അരീത്ത നിൽക്കണവരൊക്കെ ജാഗ്രത പാലിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നോക്കിയേ സീൻ ഗൈസ്. ഈ പാലാണ് അങ്ങോട്ടേക്കുള്ള ഒരു വഴിയുള്ളതുകൊണ്ട്, പക്ഷെ അതിൽ കൂടെ ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. അതിൽ കൂടെ കടന്നിട്ട് വേണമെങ്കിൽ വേറെ റൂട്ടും വരാമെന്ന് തോന്നുന്നുണ്ട്. ആ വഴി കൂടെ ചേട്ടാ, ആ വഴി കൂടെ വരാൻ പറ്റുമോ? അതിനെ വരാൻ പറ്റുമല്ലേ? അവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഇത് വെച്ചിരിക്കണത് എന്തിനാ? എന്തെങ്കിലും പൂജ അങ്ങനെ വല്ലതും നടത്താൻ വേണ്ടിയിട്ടാണ്? അതല്ല, ഇവിടെ ഈ വരുമ്പത്ത് അവിടെ ആ ബോർഡ് കണ്ടോ, ആലുവ എന്നുള്ള നീല ബോർഡ്, അതിൻ്റെ സൈഡിൽ അവിടെ എന്തെങ്കിലും ഇതുകളുണ്ടോ? നടപ്പാതയായിരുന്നോ? അത് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? ഏതമ്പലം? അറ്റത്തോ? ഓക്കെ. നടപ്പാതയായിരുന്നു അല്ലേ? ഞാൻ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല വെള്ളം കയറിയിട്ട്. താങ്ക്സ്. അത് നടപ്പാതെയായിരുന്നു കേട്ടോ. എനിക്കൊരു കാര്യം കൂടെ ചോദിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഞാൻ 1-2 പേരോട് ചോദിച്ചു അതെന്താ സംഭവം കേട്ടോ. ആർക്കും അറിയില്ല ഗൈസ്. ഇതേ ഗൈസ്, ഞാൻ ഫോണിലേക്ക് സ്വിച്ച് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. അവിടെ ഒരു വഴിയുണ്ട്. ആ വഴി ശരിക്കും അവിടെ അറ്റത്തൊരു കൃഷ്ണൻ്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനുള്ളതായിരുന്നു. ഇപ്പോൾ വെള്ളം കയറിയ കാരണം ആ വഴി അങ്ങനെ കിടക്കണം കേട്ടോ. ഇതാണ് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ അമ്പലം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് ഓൾമോസ്റ്റ് മുങ്ങി. ആൾക്കാർ പറഞ്ഞത്, അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മുങ്ങി തുടങ്ങണുള്ളൂ മോനെ, മുങ്ങി തുടങ്ങണുള്ളൂ എന്നാ. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു കൂട്ടാ. ഈ റെയിൻകോട്ട് ഭയങ്കര പണിയാണ്. എത്രയും പെട്ടെന്ന് ഡെക്കാത്തലോണിൽ നിന്ന് ആ റെയിൻകോട്ട് വാങ്ങണം. അതാകുമ്പോൾ മേലെ മാത്രം ഇട്ടാൽ മതി. ഇത് ബാഗൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ. അത് മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ മുട്ട് വരെ ഉള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നതാണ് കേട്ടോ. എൻ്റെ ഇതിപ്പോൾ പുഴയുടെ നടുക്കാണ് ഈ അമ്പലം നിൽക്കണേ. നോക്കട്ടെ കേട്ടോ, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കി നോട്ടെ, അവിടെ പോയിട്ട് നോക്കി നോക്കട്ടെ കേട്ടോ. ഓം നമശിവായ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആലുവ ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇതാണ് ഇവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. മോനെ അടിപൊളി. സാധാരണ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അതെ, ഇതിൽ കൂടെ വഴി ഉണ്ടായിരുന്നു. ഇതിൽ കൂടെ വഴി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിൽ കൂടെ വഴി കയറി ഇതിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല. നോട്ടെ ചേട്ടാ, ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ടല്ലോ. അപ്പുറത്തുണ്ടല്ലോ, അപ്പുറത്ത് വഴി എന്നിട്ടാ ഏതാ അപ്പുറത്ത് മണപ്പുറത്തോട്ട് ഇറങ്ങണതാണ്. ഈ മണപ്പുറം എന്ന് പറയണത് ആ ക്ഷേത്രത്തിന് പറയുന്നതാണ്. ഓക്കെ ശരി. പരിപാടി ഉണ്ട്. അത് കേട്ടിട്ട് സാധാരണ ടി വിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു റൗണ്ട് അടിച്ചിട്ട് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വിശന്നിട്ട് പാടില്ല കേട്ടോ. എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഞാൻ അതും തപ്പിയിട്ട് ആണ്. അതുപോലെ തന്നെ ഇതും സേഫായിട്ട് വെക്കണം കേട്ടോ. രണ്ടും നല്ല ഫുഡും വേണം, സൈക്കിൾ സേഫാക്കി വെക്കും വേണം. അങ്ങനൊരു ഇത് നോക്കിയപ്പോൾ ഇവിടെ KR ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ബിരിയാണി കിട്ടാവോ? ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാലത്ത് ഇറങ്ങിയതാണ്. ചേട്ടാ അതൊന്ന് വണ്ടി എടുത്തോ. അതാവുമ്പോൾ സൈക്കിളും ഇവിടെ വയ്ക്കാൻ പറ്റും. ഒരു വെടിക്ക് 2 പക്ഷി. കാരണം പറഞ്ഞല്ലോ, ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. അതുകൊണ്ട് സാധനം ഇവിടെ വെക്കാം കേട്ടോ. ബിരിയാണിയാണോ ഏറ്റവും മൂവിങ് ഏതാ? ഇവിടുത്തെ സ്പെഷ്യൽ അവരുണ്ട്. ഇപ്പോൾ പറയാം, നോക്കിയിട്ട് പറയാം. സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ, ഇവിടെ ബാക്കിൽ ബൈക്ക് ഇരിക്കുന്നുണ്ട്. സോ നോ വറീസ് ഗൈസ്. ഒരു ചിക്കൻ ബിരിയാണി തന്നെ എടുക്കും. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളായി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമായി കഴിച്ചിട്ട് ചിക്കൻ ബിരിയാണി. സോ കാലത്ത് ഇറങ്ങിയത്, കാലത്തൊട്ട് തലയും ഒക്കെ നനഞ്ഞിട്ട് ഒരു പരിവായിട്ടിരിക്കുന്നത് കേട്ടോ. കാലത്ത് നല്ല മഴ, ഇപ്പോൾ വലിയ മഴയില്ല, പക്ഷേ കാലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 വീഡിയോ എടുത്ത് കാലത്ത് 9 മണിക്ക് തുടങ്ങിയതെന്താ ഗൈസ്, 2 മണിയായി.
കൊള്ളാം ഗൈസ്, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ നേരെ കളമശ്ശേരി HMT ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ആലുവ പാലത്തിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെക്കോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലുവയിൽ ഏതാ നല്ല ബെസ്റ്റ് ഫുഡ് സ്പോട്ട് നിങ്ങൾ കഴിച്ചത് ഏതാണെന്ന് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കഴിച്ചത് KR ബേക്കറിയിൽ നിന്നായിരുന്നു. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് സുരേഷ് ചേട്ടൻ. ആൾ കമ്പനി ആട്ടോ. ആൾ കുറേ നേരം വർത്താനം പറഞ്ഞു. നമുക്ക് ഫുഡ് കൊണ്ടുവന്നാന്നില്ലേ ആ ചേട്ടൻ, സുരേഷ് ചേട്ടൻ. പിന്നെ നമ്മൾ എവിടെ പോയാലും എല്ലാവരുമായിട്ട് കമ്പനി ആവുന്ന ഇതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ച്. ആൾ സൈക്കിൾ ഓടുന്ന ആളാണ് കേട്ടോ. സോ നമ്മൾ മാർക്കറ്റ് ഏരിയ കൂടെയാണ് പോണത് കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് പിടിച്ചാൽ ചേട്ടാ ഒരു മിനിറ്റ് ആ ബ്രേക്ക് പിടിച്ചാൽ ഓട്ടോ കട്ട് ഓഫാണ് കേട്ടോ. പിന്നെ ബാറ്ററി വീണ്ടും പ്രവർത്തിപ്പിക്കണം. ഓട്ടോ കട്ട് ഓഫാണ് ഈ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഈ തിരക്കി കൂടെ പോകുമ്പോൾ. ഇതേ ഇവിടെ നിന്ന് ഒരു വണ്ടി. ചേട്ടാ ഒരു മിനിറ്റ് ആ സെറ്റ് കേസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ റൈഡും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച്, ഞാൻ റൈഡും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് നമ്മൾ തൃശ്ശൂർ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇന്ന് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാം, അവിടെ നമ്മുടെ ഹൈബ്രിഡ് സൈക്കിൾ മാത്രമേ ഉള്ളൂ. MTB കാണാനില്ല. അതുപോലെ തന്നെ വേറൊരു സൈക്കിളും മിസ്സിങ് ആണ്. എല്ലാം നമ്മൾ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് നമ്മൾ നാളെ സർവീസിന് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ അപ്ഡേറ്റൊക്കെ ആയിട്ടൊരു പുതിയ വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. ഇന്ന് കാലത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ നല്ല വെയിലായി വരുന്നുണ്ട്. അവിടെ നല്ല സൂര്യ വെളിച്ചുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ചെക്കന് പരീക്ഷയാണ്. പരീക്ഷ പഠിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുടക്ക് കിട്ടി. ഒന്ന് മുഹറത്തിന്റെ മുടക്കും, പിന്നെ മഴയുടെ മുടക്കും അല്ലേ? ഒരെണ്ണം മഴയല്ലല്ലോ, മഴയുടെ മുടക്കും, ഒരെണ്ണം മുഹറത്തിന്റെ മുടക്കമായിട്ട് 2 ദിവസം ഒന്ന് വീട്ടിലാണ്. നാളെ മാത്സ് പരീക്ഷയാണ് ഗൈസ്. സോ മറ്റന്നാണോ? അപ്പൊ നാളെ മുടക്കാം. നാളെ ഫിസിക്സാ? ഓക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഇപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ അപ്ഡേറ്റുകളായിട്ട് നിങ്ങൾക്ക് തരാനുണ്ട് കേട്ടോ. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 6 മണിക്ക് നമ്മുടെ വീഡിയോ വരും. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.